നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ നിക്ക്. വിഷ്ണുട്ടാ എന്താന്ന് പറ. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചോ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. കണ്ണീർ വാതകോ ജലപീരങ്കിയോ ഉപയോഗിച്ചേ ഇവിടുത്തെ ആൾക്കാരെ മൊത്തം അങ്ങോട്ട് ഒഴിപ്പിക്കാം. എന്നിട്ട് ഇയാൾ എനിക്ക് മുത്തുകൗത്താ. അതാലോചിക്കാവുന്നതാണ്. എടോ ഇയാൾ കളിയൊക്കെ ഇയാളെ കൊണ്ട് പറ്റിങ്ങിത്താ. അതിപ്പോ എങ്ങനെയാ വിഷ്ണുട്ടാ? അയ്യേ എടോ അത് സിമ്പിൾ അല്ലേ. ദേ ഇവിടെ താതി പറയെങ്കിൽ ഇപ്പുറത്തു ഇവിടെ എന്താളിയാ പല്ലുവേനയാണോ? ഉമിക്കരി ഉപ്പും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാ മതി, പല്ലുവേദനയൊക്കെ മാറിക്കൊള്ളുന്ന്. പിന്നെ ഞാൻ എനിക്കല്ലട പല്ലുവേന, നിനക്ക് ഞാൻ പല്ലുവേന തരാടാ തരാടാ. നിക്കടാ വിഷ്ണുട്ടാ നിക്ക്. പല്ലുവേന തരാടാ. നിനക്ക് പല്ലുവേലാക്കി തരട്ടെ. ചേട്ടനാ നിന്റെ അമ്മാവന്റെ പ്രായം ചേട്ടൻ. എന്താ എന്താ പ്രശ്നം? നിനക്ക് പല്ലുവേലാക്കി തരാടാ. ഒന്നുമില്ല, ചേട്ടൻ പോയിക്കോ. ഇയാളെന്താ കളിയാക്കുക? ശരി, ഇല്ല മിണ്ടില്ല. അതെ, ഓക്കെ പോട്ടെ. വിഷ്ണുട്ടാ, വിഷ്ണുട്ട കണ്ണടച്ച് നിൽക്ക്. ഇല്ല. ആ എന്നാ വേണ്ട, വേണമെങ്കിൽ മതി. എന്നാ അടയ്ക്കാം. എന്നാ കണ്ണടക്കി. എന്നിട്ട് ആ കൈയൊന്ന് നീട്ടിക്ക്. കയ്യില വേണോ വേണ്ടേ? കയ്യെങ്കി കയ്യ്. ആ അപ്പൊ കൈ നീട്ട്. ആദ്യം കയ്യില്, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ വീണ്ടും കയ്യില്. അങ്ങനെ 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 അങ്ങനെ. എവിടെ? ഇവിടെ ഒന്നും കിട്ടിയില്ല. കണ്ണുകൊണ്ടെന്നു ഇവിടെ ഒന്നും തന്നില്ല. എടോ ഇവിടെ ഒന്നും കിട്ടിയില്ലാന്ന്. ഇത് വെച്ചോ. ഈ ടൂറിസം വില്ലേജിലൊക്കെ ആരാ പിച്ചക്കാരെ കടത്തി വിടുന്നത്? അല്ല 5 രൂപയാ. അയ്യേ ചാലി എവിടെ? ചാലി ഇവിടെ മായാ, ഇടയ്ക്കിടയ്ക്ക് മായാൻ. ശ്യാമേ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാ? നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. ചെയ്യണ്ട എന്നാന്ന് എനിക്കറിയാം. എല്ലാം എല്ലാം സത്യമേ അറിയും. എന്റെ സമ്മതമില്ലാതെയാ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നും എന്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും നിങ്ങളും എല്ലാരും സത്യമേ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും ഞാൻ. ഒരു രാത്രി പോലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല എന്നും ഈ ജന്മം എനിക്കതിന് താല്പര്യമില്ലെന്നും ഞാൻ സത്യമോട് പറയും. നിങ്ങളോടൊപ്പം ഒരു റൂമില് ഒരുമിച്ച് കഴിയാനുള്ള വെറുപ്പ് കൊണ്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതെന്നും അതും സത്യാമ്മ പോലെ അറിയാതെ നാടകം കളിച്ച് നിങ്ങളൊക്കെ കൂടി മറച്ചു വെച്ചെന്നും ഞാൻ സത്യാമ്മയോട് പറയും. ഈ ബന്ധം ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ദാമ്പത്യ പൂജയ്ക്ക് ശേഷം നിങ്ങൾ എന്റെ കൈ കെട്ടിയ ചരട് ഞാൻ പൊട്ടിച്ചതെന്നും വ്രതം ഇരിക്കുമ്പോ കഴിക്കാൻ ചിക്കൻ ബിരിയാണി ചോദിച്ചതെന്നും ഞാൻ പറയും. ശമേ, എന്റെ കാര്യം പോട്ടെ, ഇതൊക്കെ സത്യമേ അറിഞ്ഞ എന്റെ കാര്യം മാത്രമല്ല വിഷ്ണുപുരയുടെയും ശാലിനിയുടെയും ഒക്കെ ജീവിതം തകരുന്നെങ്കിൽ തകരട്ടെ. എന്റെ ജീവിതം മാത്രമായിട്ട് എന്തിനാ തകരുന്നേ? എന്തിനാണ്? ശാലിനി, അല്ല എന്താ
പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ. നിന്നെ പോലെ ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടടി. നീ എന്താ ഇവിടെ? ഓ അതെന്താ, ഈ സ്ഥലം നിനക്ക് പതിച്ചു കിട്ടിയതാണോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിനക്ക് മറുപടി തരേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. എന്നാലും എന്റെ നിന്റെ ഒരു മനസുഖത്തിന് വേണ്ടി പറയുക. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാ. പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ടുള്ളത് കിട്ടി. നൈസ് ഷോട്ട്സ് ആൻഡ് സൂപ്പർ ഡയലോഗ്സ്. ശാലിനി, ബൈ. See you soon. ഞാൻ പറഞ്ഞില്ലേ രോഹിത്, തൽക്കാലം കുഞ്ഞേച്ചി ഒന്നും അറിയണ്ട. എനിക്ക് തന്നെ സത്യമായിട്ട് ഇതെല്ലാം പറയണം. ഇനിയും അവരെ കണ്ടെന്നെ ഉപദേശിച്ച് നേരെയാക്കാനാണ് ഭാവമെങ്കിൽ മുന്നിൽ കായലാണെന്ന് ഓർക്കണം. ഞാൻ എടുത്തങ്ങ് ചാടും. ഇങ്ങനെ ജീവിക്കുന്നതിന് ഭേദാതാ. ശ്യാമേ, ഇവിടെ നിങ്ങള് ശാലിനി, ഇയാളത് എന്ത് പണി കാണിച്ചേ? എന്താ ഇത് കണ്ടോ? ഇതെന്താ ഇത്? നോ, താൻ തന്നെ കൈ വെച്ചോ. വിഷ്ണുട്ടാ ഒന്ന് വന്നേ. ഇല്ല, ഞാൻ വരില്ല. ഒന്ന് വന്നേ. ഏയ്, ഞാൻ വരില്ല. എന്താ? നമ്മുടെ എല്ലാം ജീവിതം തകർത്ത് കളയാൻ ശേഷിയുള്ളൊരു അപകടം അവളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആര്? അവള് ആ സുസ്മിത. വിഷ്ണുട്ടാ, അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എല്ലാം തകരും. വിഷ്ണുട്ടാ, ദേ അവള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.